കോടിയേരിയെ ഞാൻ നേരിട്ട് കണ്ട് 2 തവണ കണ്ട് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും രേഖാമൂലം ഈ കാര്യങ്ങളെല്ലാം എഴുതി നൽകുകയും ചെയ്തതാണ്. അന്ന് പാർട്ടി സെക്രട്ടറി സഖാവാണ്. അപ്പോൾ അത് ആ നിലയിൽ അയാൾക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യവും പിണറായിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല, പിണറായിയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പിണറായിക്ക് പയ്യന്നൂരിലെ ഈ വിഷയങ്ങൾ അറിയാം എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പിണറായി വിജയൻ അപ്പോൾ അതിനകത്ത് ഇടപെട്ടിട്ടായില്ല, ഇത്തരം സംഗതികളിൽ ഇടപെടുന്ന ആളെന്നൊക്കെയാണല്ലോ പിണറായിയെ കുറിച്ച് നമ്മൾ പുറത്തു കേൾക്കുന്നത്. അല്ല, അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയുന്ന ഒരു കാര്യമല്ല. സ്വാഭാവികമായും അവർ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ആ നിലയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് എനിക്ക് അറിയുന്ന ഒരു കാര്യമല്ല. അല്ല, ഈ പണമടിച്ച ആളുകൾ സംരക്ഷിതരായി പവർഫുള്ളായി ഈ പൈസയുമായിട്ട് ഇപ്പോഴും അവിടെ തുടരുന്നുവെന്നാണ്. അതെ അതെ. അല്ല, ഈ ടി.ഐ. മസൂദൻ, കെ.സി. മധു, ഈ പറയുന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇനി? അല്ല, 2 പേര് മാത്രമൊന്നുമല്ല. അതിൽ ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി തന്നെ 4-5 ആളുകളുടെ പേരിൽ നടപടിയെടുത്തു. പക്ഷേ ആ നടപടി ധനാപഹരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, കണക്ക് അവതരിപ്പിക്കുന്നതിൽ കാലതാമസമുണ്ടായി എന്നതിൻ്റെ പേരിലാണ് ആ നടപടി സ്വീകരിച്ചതായിട്ടാണ് വിശദീകരിച്ചത്. അപ്പോൾ അവർക്കെല്ലാം എത്രത്തോളം ഇതിൽ ഭാഗഭാഗിത്വമുണ്ട് എന്നതെല്ലാം പാർട്ടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് 1 ടി.ഐ. മധുസൂദനൻ, 2 പിന്നീട് ഏരിയ സെക്രട്ടറിയായി വന്ന കെ.പി. മധു, ഇവർക്ക് 2 ആൾക്കും പങ്കാളിത്തമുണ്ട് എന്ന നല്ല ബോധ്യം എനിക്ക് ആ കാര്യത്തിലുണ്ട്. ഇപ്പോൾ അതിനുള്ള തെളിവുകളുണ്ട്. ശരി, തെളിവുകൾ വരെ ഉണ്ട്. പക്ഷേ പാർട്ടി ഇതിനോട് പോസിറ്റീവായി സമീപിക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അപ്പോൾ താങ്കളുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇനി എന്ത് ചെയ്യും? അല്ല, അത് ഇപ്പം മുൻകൂട്ടി പറയാൻ സാധിക്കുന്നതല്ല. ഈ വേട്ടയാടൽ നടക്കും എന്നുള്ളത് എനിക്ക് നേരത്തെ ബോധ്യമുള്ളൊരു കാര്യമാണ്. കാരണം സംസ്ഥാനത്ത് ഇതിനു മുമ്പുണ്ടായിരുന്ന പല സംഭവങ്ങളും അതിൻ്റെ ഒരു കേട്ട് അറിവ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നേരിട്ടുള്ള അനുഭവമില്ല. പക്ഷേ ഈ പയ്യന്നൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ എന്നെ വേട്ടയാടാനും കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്നവരെ സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് 2 കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. 1 ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച ടി.വി. രാജേഷ്, പി.വി. ഗോപിനാഥ് എന്നിവരടങ്ങിയ കമ്മീഷൻ അത് കുറ്റം ചെയ്ത ആളുകളെ വെള്ളപൂശാനുള്ള ശ്രമമാണ് നടത്തിയത്. 2 ഈ കഴിഞ്ഞ 2025 ഇ.പി. ജയരാജനെതിരായി, അതുപോലെ തന്നെ പയ്യന്നൂരിലെ ഒരു ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ച ഒരു വിമർശനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച 3 അംഗ കമ്മീഷൻ, ആ കമ്മീഷൻ്റെ നിഗമനവും അത് ഉന്നയിച്ച എനിക്കെതിരെ ഉള്ള നിലയിലാണ്. അപ്പോൾ ഈ 2 കമ്മീഷനുകളിൽ നിന്നും എനിക്ക് നേരത്തെ ബോധ്യമുള്ളൊരു കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിക്കും എന്ന് ഞാനിപ്പോൾ കരുതുന്നില്ല. താങ്കളായാലും പാർട്ടിക്ക് പുറത്തേക്കാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അതില്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ശരി, അല്ല, ഒരു നടപടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ഉണ്ട്. ശരി, അപ്പോൾ ഇതിനകത്ത് ഈ പിന്തുണയായിട്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇത് ധനരാജുമായി ബന്ധപ്പെട്ട കേസാണല്ലോ. ആ കേസിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ആൾക്കാർക്ക് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ താങ്കൾ ഉന്നയിച്ച ഈ ഒരു സ്റ്റെപ്പ് എടുത്തല്ലോ, അതിനെ പിന്തുണച്ച് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പിന്തുണയെ വിളിച്ചവരുണ്ട്, ഞാൻ പറഞ്ഞതിനെ എതിർത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചവരുണ്ട്. ആ നിലയിലെല്ലാം സമ്മിശ്ര പ്രതികരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്.